ഹലോ, എൻ്റെ ഡോബർമോൻ മരിച്ചിട്ട് ഇന്നേക്ക് 6 ദിവസമായി. കഴിഞ്ഞ ഞായറാഴ്ച മാർച്ച് 1-നായിരുന്നു എൻ്റെ പൊന്നുമോനെ ജീവൻ കവർന്നെടുത്തത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എൻ്റെ ഡയാനയുടെ പ്രസവ സമയത്തുള്ള വീഡിയോയാണിത്. അതിരാവിലെ 3:25 അപ്പോൾ ആ സ്വന്തം കുഞ്ഞിനെ ആദ്യത്തെ കൺമണിയുടെ കരച്ചിൽ കേട്ടപ്പോൾ തൻ്റെ പിതാവായ ഡോബറിൻ്റെ ഉള്ളു പിടഞ്ഞു കാണും. അവൻ ഒരു നോക്ക് കാണാൻ വേണ്ടി, തൻ്റെ രക്തത്തിൽ പിറന്ന പിഞ്ചോമനകളെ ഒരു നോക്ക് കാണാൻ വേണ്ടി പടിപ്പുറത്ത് കയറി നിന്ന് നോക്കുന്ന സ്റ്റൈല് കണ്ടില്ലേ? എത്ര നമുക്ക് നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്നതാണ്. അപ്പോൾ യജമാനൻ്റെ അനുവാദം കേൾക്കാൻ വേണ്ടി അനുവാദത്തെ കാത്തു നിന്നുകൊണ്ട് എന്നെ ഒന്ന് അകത്തേക്ക്, എൻ്റെ മക്കളെ എനിക്ക് ഒരു നോക്ക് കാണാൻ എനിക്ക് നിങ്ങൾ സാധിപ്പിച്ച് തരുമോ, എനിക്കൊന്ന് കാണണം എന്നുള്ളൊരു യാചനയിലൂടെയാണ് എൻ്റെ പൊന്നുമോൻ്റെ ആ പടിപ്പുറത്തുള്ള നിൽപ്പ്. അത് മനസ്സിലാക്കിയാൽ നമ്മൾ അവനെയും കൊണ്ട് തൻ്റെ ഭാര്യയെയും തനിക്കുണ്ടായ തൻ്റെ രക്തത്തിലുണ്ടായ പിഞ്ചു മക്കളെയും കാണാൻ വേണ്ടി അവൻ വന്നത് നിങ്ങൾ കണ്ടില്ലേ? കാരണം ഇനിയിപ്പോൾ ഈ പഴയ വീഡിയോസൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അവനെ വെച്ചും കൊണ്ടുള്ള പുതിയ വീഡിയോസൊന്നും ഇറക്കാൻ ഇനി പറ്റില്ലല്ലോ. അവൻ്റെ കൂടെ നിന്നുകൊണ്ടുള്ള ഈ റീൽസൊക്കെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, അവനുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഇനി അതിനൊന്നും പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നെഞ്ചിനകം വിങ്ങിപ്പൊട്ടുകയാണ്. പിന്നെ എപ്പോഴും ഞാൻ അവൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കും. എനിക്ക് എന്താ പറയേണ്ടത്, അവൻ്റെ വീഡിയോസ് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടില്ലേ, ഡയാന രാജകുമാരി ഗർഭിണിയാവുമ്പോഴുള്ള ആ ഒരു വീഡിയോസാണ് കേട്ടോ. അവൾ എത്ര എന്താ പറയേണ്ടത്, തൻ്റെ ഭർത്താവിനെ, തൻ്റെ ഇഷ്ടനായകനെ ഇങ്ങനെ കണ്ണ് നിറയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന കണ്ടില്ലേ? അത്രയ്ക്ക് ഇഷ്ടമാണ് ഡയാനയും നമ്മളെ ഡോബറും, രണ്ടുപേരും പരസ്പരം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് തന്നെ ആയാലും അവൻ്റെ ജീവൻ എന്താ പറയണ്ട, അത്ര കഴിഞ്ഞ മാർച്ച് 1 വരെ ആയിരിക്കും ദൈവം അവന് നീട്ടിക്കൊടുത്ത ആയുസ്. എന്ത് തന്നെ ആയാലും എൻ്റെ ഓർമ്മകളിൽ, അവൻ്റെ ഓർമ്മകളിലാണ് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു മൂഹതയാണ്. കാരണം നമ്മളെ വീട്ടിൻ്റെ മുറ്റം ഇപ്പോൾ രാത്രിയായാലും പകലായാലും അവൻ്റെ കുരയിലൊന്നും കേൾക്കാത്തത് കൊണ്ട് വല്ലാതെ ഒരു വീട്, വല്ലാതെ ഒരു എന്താ പറയേണ്ടത്, ഒറ്റപ്പെട്ടതുപോലെ, അതായത് ഒരു മൂഹമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പം നമ്മുടെ ഡോബർ രാജകുമാരൻ എത്ര വിലപ്പെട്ടതാണ്, എത്ര വിലപ്പെട്ടതാണ് എൻ്റെ പൊന്നുമോൻ. നമ്മളെ വീട്ടിലെ കാവൽക്കാരനല്ല, അവൻ നമ്മളെ കാവൽ നായകനാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, അവൻ ജന്മം നൽകിയ ഈ 4 മക്കളിൽ കൂടി ഇനി അവൻ്റെ ഓർമ്മകൾ നമുക്ക് പുതുക്കിയെടുക്കാം. എന്തായാലും എനിക്കിനി ഡോബറിനെ പോലൊരു നായ എനിക്കൊരിക്കലും പറ്റത്തില്ല. എന്നാലും വീട്ടിൽ നമ്മളെ പുറത്ത് ഒരു കാവലായിട്ട് നമുക്കൊരു നായ ആവശ്യമുണ്ട്. പക്ഷേ തൽക്കാലം ഇപ്പോൾ എടുക്കുന്നില്ല. എന്ത് തന്നെ ആയാലും കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു നാടൻ ഡോഗ് തന്നെ എനിക്ക് വേണം. അത് ഞാൻ കണ്ടെത്തും എന്തായാലും. അതിൽ കൂടി ഞാൻ ഇവനെ കാണും. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ പൊന്നുമക്കളുടെ ഡോബറിനെ അത്രത്തോളം സ്നേഹിക്കുന്ന നിങ്ങൾക്ക് അവൻ്റെ പൊന്ന് നല്ല ക്യൂട്ട് മക്കളാണ്. നിങ്ങൾ കണ്ടോ? ഈയടാ ഇതാരാണിത്? ഇനി ആരാണ്? ഇവിടെ ഒരു കറുമ്പായി ഉണ്ട്. ഇത് തള്ളയുടെ ശുണ്ണി കണ്ട, ശുംഭാണി കണ്ട, ശുംഭാണി ഇത് ശുംഭാണി കണ്ട. ഓ, എന്തിനാ പിണങ്ങിപ്പോയി കിടക്കുന്നത്? എനിക്ക് എന്തിനാണ് നീ പിണങ്ങിപ്പോയി കിടക്കുന്നത്? ഈ ചെറുക്കനാണ് ഈ ശുണ്ണാനി. ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അല്ലേടി, നടക്കാറായതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ആണ്. നടക്കാറായതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. ഒരു തണുപ്പത്ത് കിടക്കാനാണ്. അങ്ങനെ നടക്കുന്നു നോക്ക്, കുണുങ്ങി ഒന്നിൻ്റെ പുറത്തുകൂടി ഒന്നും ഇങ്ങനെ കിടക്കുക. നളതമയന്തി കഥയിലെ അറിയന്നം പോലെ കുണുങ്ങി പോകും പെണ്ണേ പൂമിഴിയാളേ മലർന്നിഴിയാളേ നാളതമയന്തി. ഇവിടെ നമ്മളിങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ റൂമിൽ. പണ്ട് ഇവിടെ ആട്ടുംപരയായിരുന്നു, പിന്നെ കോഴിപ്പരയായി. ഇപ്പം നമ്മുടെ ഡയാന കുഞ്ഞ് കയറി, ഡയാനയുടെ മുടിയൊക്കെ വെട്ടിയിരിക്കുക. അങ്ങനെ നമ്മുടെ ഡോബർ രാജകുമാരൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് 4 മക്കളെ കിട്ടി. 2 പെൺകുട്ടിയും 2 ആൺകുട്ടിയും. അങ്ങനെ ഓരോരുത്തർക്ക് തറയിൽ ഇങ്ങനെ കിടക്കണം. കണ്ട, ഇതാണ് അവരുടെ ഇത്. കാല് നീട്ടി ഇങ്ങനെ കിടക്കണം. തറ അങ്ങനെ തണുപ്പ് അന്വേഷിച്ചിട്ട് നടക്കുകയാണ്. ചിന്തോന്ന് എന്തേനു മക്കളെ?
എൻ്റെ ഇത് ഇതാണ്ട് ഒരുത്തി കിടക്കുന്നുണ്ട്. കിടന്നു കിടന്നു. അയ്യോ അയ്യോ അയ്യോ, ഇതെവിടെ പോയി കിടക്കുന്ന? എവിടെ പോയി കിടക്കുന്ന? എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കാം. ഇനിയിപ്പോൾ നിർത്തും, വിളി നിർത്തി.